ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറസിനെ കുറിച്ചല്ല, എന്നാൽ ഹൈറച്ചുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഹൈറച്ചിന്റെ ലീഡർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ ഇനി ഹൈറച്ചിനെ കുറിച്ചൊന്നും യാതൊന്നും ഇനി പറയാൻ താല്പര്യപ്പെടുന്നില്ല എന്നും പുതിയ കുറേ പ്രൊജക്റ്റുകളാണ് ഇനി അവൻ്റെ മുന്നിലുള്ളതെന്നും ഇനി എന്തെങ്കിലും കമ്പനിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും അത് ഷെയർ ചെയ്യും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് യുബിറ്റ് ക്രിപ്റ്റോ കറൻസിയാണ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് $3 ഇപ്പോഴത്തെ വില. അത് $8 ആവും. പിന്നെ അടുത്ത മെയ്യിൽ ഇതിൻ്റെ എക്സ്ചേഞ്ച് വരും. അപ്പോൾ ഇതിൻ്റെ പൈസ എത്രയാണെന്ന് പോലും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ഇപ്പം സ്റ്റേക്കിംഗ് ആണ്. ഇപ്പം വേറെ കാര്യമൊന്നുമില്ല. ഇതിങ്ങനെ അനാവശ്യമായിട്ട് വാങ്ങിച്ചു വെക്കുക. അതിൻ്റെ വാങ്ങിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആരാണോ ചേർത്തിരിക്കുന്നത് അവർക്ക് കമ്മീഷൻ കിട്ടും. പിന്നെ ഡെയിലി 0.5% വെച്ചിട്ട് റിട്ടേൺ കിട്ടും. അത് 20% അല്ല $20 ആയിട്ടാകുമ്പോൾ ബാങ്കിലേക്ക് വിഡ്രോ ചെയ്യാൻ പാടില്ല. അത് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ വിഡ്രോ ചെയ്യാം. പക്ഷെങ്കിൽ വിഡ്രോ ചെയ്യുന്നത് നല്ലതല്ല. ഇത് $20, $40, $40 ആവും. അങ്ങനെ നിങ്ങൾക്ക് കോടിപതിയാകാനുള്ള എല്ലാ അവസരവും ഉണ്ട്. അതുകൊണ്ട് വിഡ്രോ ചെയ്യാൻ പാടില്ല എന്നാണ് ഇവർ ഉപദേശിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചാണെങ്കിൽ ഈ യുബിറ്റ് ടോക്കൺ അല്ല യുബിറ്റ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് തട്ടിപ്പ് നടത്തുന്ന ഇതുപോലെയുള്ള ക്രിപ്റ്റോ കറൻസി പോൺസി സ്കീം ഒക്കെ നടത്തുന്ന ഒരാൾ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഹൈദരാബാദ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം 5 പേരെയും പിന്നെ 3 പേരെയും ടോട്ടൽ 8 പേരെ അറസ്റ്റ് ചെയ്തു എന്നാണ് ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ 5000-ഓളം ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു. ഈ 8 പേര് 5000-ഓളം ആൾക്കാരെ പറ്റിച്ച് അവരിൽ നിന്ന് 50 കോടി തട്ടി എന്നാണ് പറയുന്നത്. ഇവർ കൊടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇവരുണ്ടാക്കുമെന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ തീർത്തും സ്വപ്നത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഒരിക്കലും $3 ഒരു സാധനം $8 അല്ലെങ്കിൽ ഇവർ പറയുന്ന രീതിയിൽ അത് പ്രവർത്തിക്കില്ല. ഇത് തട്ടിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ഇത് ഹാബിച്വൽ ഒഫൻഡറാണ് ഇതിൻ്റെ നിർമ്മാതാവ് എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ തലവെക്കുന്നവർ സ്വയം ആത്മഹത്യാപരമാണ് ഇത്തരത്തിലുള്ള സ്കാമുകളിൽ കൊണ്ടുപോയിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് കളയുന്നത്. അപ്പോൾ ഇവനൊക്കെ ഇത്തരത്തിലായിപ്പോയല്ലോ എന്നാണ്. അപ്പോൾ ഈ ഒരു തട്ടിപ്പിൽ ചേർന്ന് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയല്ല, ഇതിൻ്റെ അപ്പുറം ഇനി ആളെ കൊന്നിട്ടാണെങ്കിലും പൈസ ഉണ്ടാക്കുക എന്നുള്ള ചിന്താഗതിയിലേക്ക് ആൾക്കാർ മാറും. അപ്പോൾ മറ്റുള്ളവരൊക്കെ പൈസ ഉണ്ടാക്കുന്നു, അതുകൊണ്ട് എന്താ എനിക്കും ഇതുപോലെയുള്ള തട്ടിപ്പുകൾ ചെയ്താൽ എന്നുള്ള ചിന്തയായിരിക്കാം ഇവനെ മുന്നോട്ട് നയിക്കുന്നത്.